കർത്തൃദിവസത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, ഇത്രത്തോളം സമയം അങ്ങേ ആരാധിക്കാൻ, അങ്ങയുടെ മഹത്വം കാണുവാൻ, ആ തേജസ് അനുഭവിക്കുവാൻ ഞങ്ങളോട് കൃപ തോന്നിയല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു യേശുവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. പിന്നെയും ഞങ്ങൾ അങ്ങയുടെ സന്നിധി ജയിക്കട്ടെ. പരിശുദ്ധ ആത്മാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. ഈ അന്ത്യനാളുകളിൽ വചനത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാ ഞങ്ങളോട് സംസാരിക്കണം. ഫേസ്ബുക്കിൽ തുടർന്ന് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം. വചനത്താൽ അവരും ബലപ്പെടട്ടെ, ആത്മാവിൽ അവർ ശക്തിപ്പെടട്ടെ. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. സകല മഹത്വം യേശു കർത്താവിനെ അർപ്പിക്കണം. യേശു ക്രിസ്തുവിന്റെ ധന്യ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, ഹല്ലേലൂയ. ഇത്രത്തോളം സമയം കർത്താവിനെ ആരാധിക്കുവാൻ, ആരാധിച്ച് തൻ്റെ മഹത്വം കാണുവാൻ കർത്താവ് ഞങ്ങളോട് കൃപ തോന്നി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വലിയ ദൈവ സാന്നിധ്യവും ദൈവമഹത്വവും വെളിപ്പെടുന്ന കാണുവാനിടയായി. ആണിപ്പഴം പെയ്തിറങ്ങുന്ന പോലെ ദൈവമഹത്വം പെയ്തിറങ്ങുന്ന കാണുവാനിടയായി. ജീസസ്. അപ്പോൾ തന്നെ ഇത് സ്ഥലം ഇതാണെന്ന് വെളിപ്പെട്ടില്ല, പക്ഷേ ഒരു റോപ്പ് വേ പൊട്ടി വീഴുന്നൊരു കാഴ്ച ദൈവാത്മാ കാണിക്കുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഹല്ലേലൂയ, മഹത്വമോടെ, ദൈവമഹത്വം അതിശക്തിയോടെ വെളിപ്പെടുന്നതും. ഹല്ലേലൂയ. ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന കൗൺസിലർ തൻ്റെ ആ തേജസ്സുള്ള കസേരയിൽ ഇരിക്കുന്നതും കാണുവാനിടയായി. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാമല്ലോ. ഹല്ലേലൂയ. തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 12, 13, 14 3 വാക്യങ്ങൾ. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നറിയുന്നു. അവൻ എന്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്നെ ഉറച്ചുമിരിക്കുന്നു. എന്നോട് കേട്ട പദ്യവചനം നീ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. 10 മുതൽ 2-ാം അധ്യായം 10 മുതൽ. ഇപ്പോൾ മരണം നീക്കുക. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയും എങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കും. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവനെ കഴിയുകയില്ലല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. 1-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഏത് നിമിത്തം അത് മുകളിൽ പറയുന്നുണ്ട്, ഞാൻ അവിടേക്ക് പോകുന്നില്ല. സ്തോത്രം. എന്നിട്ട് പിന്നെയും പറയണം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. സ്തോത്രം. അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്നുറച്ചുമിരിക്കും. അപ്പൊ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, അപ്പോസ്തലൻ പൗലോസ് ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു. ആ കാലത്ത് ഏറ്റവും പാണ്ഡിത്യമുള്ള, ന്യായപ്രമാണത്തിൽ ഏറ്റവും പാണ്ഡിത്യമുള്ള ഗമാലിയേൽ എന്ന് ആ സകല പരീക്ഷന്മാരും
ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഒക്കെ അംഗീകരിച്ച വ്യക്തിയുടെ പാദത്തിലിരുന്ന് ന്യായപ്രമാണം നന്നായി പഠിച്ച ആളായിരുന്നു അപ്പോസ്തലനായ പൗലോസ്, അല്ലെങ്കിൽ ശൗൽ. സ്തോത്രം. എന്നാൽ സ്തോത്രം, ഇനി ഭൗതിക വശം നോക്കിയാലും അദ്ദേഹം ഒരു സാധാരണ വ്യക്തി അല്ലായിരുന്നു. നല്ല സമ്പത്തുള്ള ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ഇന്നത്തെ നമ്മുടെ തീവ്രവാദം എന്ന് പറയുന്ന പോലെ ന്യായപ്രമാണത്തിൽ എരിവ് കൂടിയിട്ട് ഒരു തീവ്രവാദ നിലവാരത്തിലേക്ക് വന്നു. അപ്പോസ്തല പ്രവൃത്തികൾ നിങ്ങൾ വായിച്ചാൽ ഈ പൗലോസിനെ ഹല്ലേലൂയ സ്തോത്രം പിടിക്കുന്ന സമയത്ത്, പിടിച്ചു കഴിഞ്ഞിട്ട് കോട്ടയിൽ കൊണ്ടുവന്ന് അവരെ ചാട്ടവാർ കൊണ്ട് അടിക്കാൻ ഒരുങ്ങുമ്പോൾ ഹല്ലേലൂയ റോമാ പൗരനും വിസ്താരം കഴിയാത്തവനുമായ വ്യക്തിയെ എങ്ങനെ ചമ്മട്ടി കൊണ്ട് അടിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ പേടിച്ചിട്ട് സഹസ്രാധിപൻ പൗലോസിന്റെ ആ കെട്ടഴിച്ചു വിടുകയും അടുത്ത ദിവസം പിന്നെയും ഹല്ലേലൂയ ഞാൻ സന്നിധിന സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി പൗലോസിനെ വിസ്തരിക്കുമ്പോൾ അവിടെ വലിയ കലക്കമുണ്ടായിട്ട് സ്വത്രം പൗലോസിനെ പടയാളികൾ ഇറങ്ങി വന്ന് അതിന്റെ സന്നിധിന സംഘത്തിന്റെ നടുവിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെടുത്തി. അവിടെ ഞാൻ തീവ്രവാദത്തെ കുറിച്ച് പറയാനാ വന്നേ. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി ഒരു 40 പേര് ഒന്നിച്ചുകൂടി അവരൊരു കഠിന ശപഥം ചെയ്തു. പൗലോസിനെ കൊല്ലുകയുള്ളൂ, ഞങ്ങൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്യത്തില്ല. എന്നിട്ട് ഈ വിവരം പോയി മഹാപുരോഹിതന്മാരോട് അറിയിച്ചിട്ട് പറഞ്ഞു, നാളെ ഒന്നുകൂടെ സൂക്ഷ്മത്തോടെ പൗലോസിനെ വിസ്തരിക്കാൻ വേണ്ടി സന്നിധിന സംഘത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ സഹസ്രാധിപനോട് അഭ്യർത്ഥിക്കണം. വരുന്ന വഴിയിൽ ഞങ്ങൾ അവനെ കൊല്ലും. കണ്ടോ, ആ തീവ്രത നിമിത്തം പറയുകയാണ്. ഇതുപോലെ തന്നെയുള്ള ഒരാളായിരുന്നു പൗലോസും, അല്ലെ ശൗലും. എന്നാൽ ദമസ്കോസിലേക്കുള്ള യാത്ര, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ എത്തുന്നതിന് മുൻപ് യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. He had an encounter with Jesus. യേശുമായി ഒരു എൻകൗണ്ടർ ഉണ്ടായി ശൗലിന്. അവിടെ കീഴടങ്ങി. എന്നിട്ട് സാധാരണ നിലയിലൊരു കീഴടങ്ങലല്ലായിരുന്നു. പിന്നത്തേതിൽ താൻ പറയുമ്പോൾ ക്രിസ്തു തന്റെ സഭയ്ക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങളുടെ ബാക്കി എന്റെ ശരീരത്തിൽ പൂരിപ്പിക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം ഞാൻ ഇതെല്ലാം സഹിക്കുകയാണ്. കണ്ടോ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന നിലവാരത്തിലേക്ക് താൻ കയറി. ജീസസ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. മാത്രമല്ല, ഞാൻ ഈ ഓട്ടം ഓടിയാൽ എനിക്ക് ഒരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. ഈ ഓട്ടം ഓടി ഞാൻ തികയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദം പ്രാപിക്കുന്നത് ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നത് പോലെ, ഹല്ലേലൂയ, എനിക്ക് ഒരു പ്രതിഫലം ഉണ്ടെന്ന് എനിക്കറിയാം. അതിനു വേണ്ടിയാണ് ഞാൻ ഓടുന്നത്. അത് ഹല്ലേലൂയ ഇവിടെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയും. അവൻ, ഞാൻ വിശ്വസിച്ചിരിക്കുന്നവൻ എൻ്റെ ഈ പ്രതിഫലം എനിക്ക് തരേണ്ട ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഹല്ലേലൂയ ഞാൻ ഉറച്ചുമിരിക്കുന്നു. സ്തോത്രം. ഇനി ഇതെങ്ങനെ കിട്ടിയെന്നാണ് 14 വാക്യത്തിൽ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ, അപ്പൊ നമുക്ക് വേണ്ടി നല്ലതൊന്നും ഒരുക്കി വെച്ചിട്ടുണ്ട്. എബ്രായരോട് താട്ടെ 11-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം.
അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. The predestination of the Lord. Hallelujah. അവർ പഴയ നിയമഭക്തന്മാർ നമ്മെ കൂടാതെ, പുതിയ നിയമഭക്തന്മാരെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന് ദൈവം പുതിയ നിയമഭക്തന്മാർക്ക് വേണ്ടി ഏറ്റവും നല്ലത്. അതാ ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞത്. എന്നെ പറഞ്ഞേ, ഹല്ലേലൂയ. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്തോണം? സൂക്ഷിച്ചു കൊള്ളണം. അപ്പം ഇപ്പുറത്ത് നമ്മൾ വായിച്ചു ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഏറ്റവും നല്ലതൊന്ന് കരുതി വെച്ചിട്ടിരിക്കുക. ഇനി അത് എങ്ങനെ സൂക്ഷിച്ചോണെന്നാ പറയുന്നേ? നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഈ ഏറ്റവും നല്ലത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കും. God will the splendid and God given ability. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഞാൻ വായിച്ചത്. God will the splendid God given ability. ദൈവം തന്ന കഴിവെന്ന് അവിടെ പറഞ്ഞിരിക്കുമ്പോൾ അതിനപ്പുറത്ത് ഏറ്റവും നല്ലത്. കഴിവ് മാത്രമല്ല, ഏറ്റവും നല്ല. എന്നാന്ന് പറയാൻ പറ്റുന്നില്ല. സ്വത്രം അത് വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയത്തില്ല. ദൈവം ഏറ്റവും നല്ലതെന്തോന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. ജീസസ് അത് എന്ത് ചെയ്തോന്നാ പറയുന്നേ? യു റിസീവ് ഫ്രം ദ ഹോളി സ്പിരിറ്റ് ഹു ലീവ്സ് വിത്തിൻ യു. അപ്പൊ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ എന്ത് ചെയ്തോണം? ഈ നല്ലതിനെ സൂക്ഷിച്ചോണം. നഷ്ടപ്പെട്ടു പോകുന്നു. ജീസസ് ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. കൊലോസ്യർ 1:24 വായിച്ചേ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുയേശുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ യേശുവിന്റെ ശരീരത്തിനു വേണ്ടി പൂജിപ്പിക്കുന്നു. ജീസസ് ഹല്ലേലൂയ. അപ്പോ ഞാൻ മുമ്പേ പറഞ്ഞതിനെ ആ വാക്യം വായിച്ചത്. സ്വത്രം. അപ്പം ഇത്രത്തോളം എന്തിനു വേണ്ടിയാണ്? ആ ഏറ്റവും നല്ലത് ഒന്നിനു വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? യേശു തന്റെ ജഡത്തിൽ തന്റെ സഭയ്ക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങളുടെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അത് തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാ? ഈ ഏറ്റവും നല്ലതൊന്ന് പ്രാപിക്കാൻ. ജീസസ് ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വലിയ ലിസ്റ്റ് പറയുന്നുണ്ട്. താൻ കടന്നുപോയ അനുഭവങ്ങൾ. ഹല്ലേലൂയ. അതിന്റെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. ജീസസ് വായിച്ചു നോക്കിക്കോണം പ്രിയമുള്ളവര്. അത്രയും കഷ്ടങ്ങൾ കൂടെ കടന്നുപോയത് എന്തിനു വേണ്ടിയിട്ടാ? ഈ ഏറ്റവും നല്ലത് പ്രാപിക്കാൻ. ജീസസ് ഹല്ലേലൂയ. എന്തിനായി എന്നിട്ട് നമ്മളോട് പറയുന്നത്? ബുദ്ധി ഉപദേശത്തിനായി. നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമ്മളും അത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചു കൊണ്ടോടണം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. സ്വത്രം. 30-ാം വരാം. 2:10 വരാം. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടെ
വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ജീസസ് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ഈ കാര്യം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാന്നാ പറയുന്നേ? അതുകൊണ്ട് ഹല്ലേലൂയ. മേഖലി അപ്പോസ്തലനൊക്കെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, എന്റെ സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു എന്ന്. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ ഉണ്ടോ? അപ്പൊ യേശുവിൽ കൂടിയുള്ള രക്ഷ വെറുതെ അല്ല, നിത്യതേജസ്സോടെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി കഷ്ടങ്ങൾ സഹിക്കുക. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തുയേശുവിൽ കൂടെ വെളിപ്പെടുന്ന നിത്യരക്ഷ. ഇനി അത് വെറുതെ രക്ഷപ്പെടാന്ന് പറയില്ല, തേജസ്സോടെ മഹത്വത്തോടെ. ആർക്കാ കിട്ടുന്നത്? തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കിട്ടേണ്ടതിന് ഞാൻ യേശു ഒരു മാതൃക കാണിച്ചതുപോലെ ഞാനും ഒരു മാതൃക വെച്ചു പോവുകയാണ്. ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഞാൻ അവർക്കായി, ആർക്ക് വേണ്ടി? തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ സകലവും സഹിക്കുന്നു. വൃതന്മാരെന്ന് പറയുമ്പോൾ ചോസൺ വൺ, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി. എന്നിട്ട് പറയാണ്, നാം അവനോടുകൂടെ, യേശുവിനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. അതെ, അപ്പം നാം യേശുവിനോട് കൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 5, 8 ഈ 2 വാക്യങ്ങൾ വായിച്ചാട്ടെ. റോമാലേഖനം 6-ാം അധ്യായം 5, 8. പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ. ആര് ജീവിച്ചെഴുന്നേറ്റു? യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. പിതാവിന്റെ മഹിമയാൽ തിരികെ ജീവിച്ച് എഴുന്നേറ്റു. എന്നിട്ട് നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് സ്നാനപ്പെട്ട യേശുവിനോട് ചേരുന്നു. സ്നാനത്തെ കുറിച്ചാണ് 6-ാം അധ്യായത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോ പിതാവിന്റെ മഹിമയാൽ മരിച്ചടക്കപ്പെട്ട ഇടത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു, ഹല്ലേലൂയ, എങ്ങനെ ഉയർത്തെഴുന്നേറ്റോ അതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് സ്നാനപ്പെട്ട് യേശുവിനോട് ചേരുന്നു. ഹല്ലേലൂയ. അപ്പൊ അവനോട് കൂടെ മരിച്ചു എങ്കിൽ കൂടെ വാഴും. ഹല്ലേലൂയ. അപ്പൊ യേശുവിനോട് കൂടെ മരിച്ചെങ്കിൽ യേശുവിനെ അടക്കിയതുപോലെ എന്നെ നിങ്ങളെ അടക്കണം. അതാ സ്നാനം. യേശുവിനോട് കൂടെ മരിച്ചു, യേശുവിനോടുകൂടെ അടക്കി. പഴയ മനുഷ്യൻ, പാപത്തിൽ ജീവിച്ച മനുഷ്യൻ മരിച്ചു. ഹല്ലേലൂയ. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് പാപത്തോട് വിട പറഞ്ഞു പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും വിട്ടുകഴിഞ്ഞപ്പോൾ പഴയ മനുഷ്യൻ മരിച്ചു. പഴയ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ച മനുഷ്യനെ അടക്കണം. അടക്കും. അത് യേശു നമുക്ക് വേണ്ടി മരിച്ചു, യേശുവിനെ അടക്കി. സ്വത്രം. ഇതുപോലെ നമ്മളെയും വെള്ളത്തിൽ അടക്കി. യേശു പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റു. അതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് സ്നാനത്തിൽ നമ്മളെ അടക്കിയിട്ട് വെള്ളത്തിൽ പൊങ്ങി വന്ന് യേശുവിനോട് ചേർന്നു. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. 8-ാം വാക്യം വായിച്ചോ. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. കണ്ടോ, ഇപ്പൊ നമ്മള് തീമോഥെയോസിനോട് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പിന്നെ പറയാണ്, റോമാലേഖനത്തിൽ പറയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ യേശുവിനോട് കൂടെ ജീവിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ.
ജീസസ്. നമ്മൾ വെറുതെ അങ്ങ് സ്നാനപ്പെടുകയല്ല, അതിനൊരു പ്രത്യാശയുണ്ട്. യേശു മരിച്ചു അടക്കപ്പെട്ടു, പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റു, നാമും ജീവന്റെ പുതുക്കത്തിൽ നടന്നു. നമ്മുടെ ഹല്ലേലൂയ ഈ ഭൗതിക കാലം ജീവന്റെ പുതുക്കത്തിൽ നടന്ന് നമ്മുടെ ഓട്ടം തീർന്നു കഴിയുമ്പോൾ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടുവാനിടയാണ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. 1 തെസ്സലോനിക്കർ 5:10 നോക്കിയേ. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന്, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ, ആരോടുകൂടെ? ദൈവത്തോടുകൂടെ ജീവിച്ചിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചേ. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ എന്ന് പറഞ്ഞാൽ നമ്മള് ആത്മീയമായി ഉണർന്നിരിക്കുന്നു. മറ്റേത് നമ്മുടെ ശരീരം ഉറങ്ങുന്നു. ശരീരം ഉറങ്ങുമ്പോഴും ആത്മാ ഉണർന്നിരിക്കുന്നു. അപ്പൊ നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ ക്രിസ്തു യേശു മൂലം യേശു മൂലം രക്ഷ പ്രാപിപ്പാൻ നിയമിച്ചിരിക്കുക. അതാണ് ഹല്ലേലൂയ. നമ്മൾ ആദ്യം വായിച്ചല്ലോ, ക്രിസ്തു യേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. ഹല്ലേലൂയ. അതേ രക്ഷയെ കുറിച്ച് ഇപ്പോഴീ പറഞ്ഞത്. ഹല്ലേലൂയ. നിത്യ രക്ഷ അത് തേജസ്സോടെ വെളിപ്പെടേണ്ടതിന്. ഹല്ലേലൂയ. ആർക്ക്? വൃതന്മാർക്ക്, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കിട്ടേണ്ടതിന് ഞാൻ സകലവും സഹിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറഞ്ഞിട്ട് പിന്നെ പറയാണ്, നാം യേശുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. ഹല്ലേലൂയ. പിന്നെ പറയുന്നു, സ്തോത്രം, നാം സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. ഹല്ലേലൂയ. നാം സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 10:33 നോക്കിക്കേ. നാം സഹിക്കുന്നുവെങ്കിൽ കൂടെ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എന്റെ പിതാവിന്റെ മുമ്പിലും ഞാൻ തള്ളിപ്പറയും. കണ്ടു? അപ്പൊ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയാൻ നമുക്കൊരു ഗട്സ് ഉണ്ടാകണം, ധൈര്യം ഉണ്ടാകണം. ഞാനൊരു ദൈവ പൈതല, ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവ പൈതലാണെന്ന്, ഞാൻ സ്നാനപ്പെട്ടതാണ്, യേശുവിനോട് ചേർന്നതാണെന്ന് മനുഷ്യരുടെ മുമ്പിൽ വിളിച്ചു പറയാൻ ഒരു ധൈര്യം ഉണ്ടാകണം. സ്വത്രം. അതാ പറഞ്ഞിവിടെ, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഹല്ലേലൂയ. പലർക്കും പേടിയാ, സമൂഹത്തിന്റെ മധ്യത്തിൽ വിളിച്ചു പറയാൻ പേടിയാ. സ്വത്രം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ വചനം നോക്കിക്കേ, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. യേശുവിനോട് കൂടെ വാഴണമെങ്കിൽ അത് ചെറിയൊരു കാര്യമല്ല, അത് വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സഹിക്കാൻ കഴിയുന്നെങ്കിൽ. അപ്പോ ആ മറുവശത്ത് മറ്റൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. എന്താ? അവൻ പരീക്ഷയോട് കൂടെ പോക്കുവഴി തരുന്ന ദൈവമാണ്. യേശു നിമിത്തം കഷ്ടം വന്നെങ്കിൽ മറുവശത്ത് അതിന് പോക്കുവഴി തരുവാൻ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, തീ വീണ് കാട് കത്തിയിട്ട് കറ്റക്കൂട്ടമോ വിളവോ കത്തിപ്പോയാൽ തീ കത്തിച്ചവന് ഉത്തരവാദിത്വമുണ്ട്.
ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. പ്രിയമുള്ളവരെ, എന്നിലും നിങ്ങളിലും ഒരു തീ ഇട്ട് തന്നു. ആരെ? യേശു. ആ തീയ പരിശുദ്ധാത്മാവിന്റെ അഗ്നി, ജീസസ്. ആ തീ നിമിത്തം നമുക്ക് പലതും വിടേണ്ടി വരും. ജീസസ് എന്ന് പറഞ്ഞാൽ പലരിൽ നമ്മൾ അകന്ന് നിൽക്കേണ്ടി വരും. ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, ചാർച്ചക്കാർ, സമുദായങ്ങളൊക്കെ നമ്മൾ വിട്ടുമാറി നിൽക്കേണ്ടി വരും ആ തീ നിമിത്തം. പക്ഷേ ആ തീ ഇവരെയെല്ലാം കത്തിച്ചകറ്റി കളഞ്ഞാൽ തീ ഇട്ടവനൊരു ഉത്തരവാദിത്തമുണ്ട്. ഹല്ലേലൂയ. ആ തീ കത്തുന്ന നിമിത്തം സ്ഥാനം, മാനം ഒക്കെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നത്തേതിൽ അതിനേക്കാൾ ഉപരി തരാൻ ഈ തീ ഇട്ടവന് ഉത്തരവാദിത്തമുണ്ട്. ഹല്ലേലൂയ. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ആദ്യ നാളുകളിൽ സഹിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നത്തേതിൽ കൂടെ വാഴുന്ന ഒരനുഭവത്തിലേക്ക്, അവിടെ സ്വർഗത്തിൽ ചെല്ലുക മാത്രമല്ല ഇവിടെയും അത് സംഭവിക്കും. ജീസസ്, ഞങ്ങളുടെ ജീവിതത്തിൽ അത് എത്ര അന്വർത്ഥമാണ്. ആദ്യ നാളുകൾ എന്തെല്ലാം തിരസ്കരണങ്ങളും നിന്ദകളും ദുഷികളും പരിഹാസങ്ങളും തള്ളിക്കളയലും എല്ലാം ഉണ്ടായിരുന്നു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ, പരിശോധനയുടെ കാലം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. ഹല്ലേലൂയ. അംഗീകരിക്കാൻ തുടങ്ങി. വാവുകൊണ്ട് പറയാൻ തുടങ്ങി. വിളിച്ചു പ്രാർത്ഥിപ്പിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴാൻ. സഹിക്കാതെ കൂടെ വാഴാൻ പറ്റത്തില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെയും നമ്മൾ ഒളിക്കാൻ തുടങ്ങിയാൽ എവിടെ പോയി ഒളിക്കും? ഹല്ലേലൂയ. എങ്ങും എത്തത്തില്ല. അടുത്ത പറയുന്നു, സ്തോത്രം. ഹല്ലേലൂയ. റോമാലേഖനം 8:17 നോക്കിക്കേ. റോമർ 8:17. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം മക്കളെങ്കിൽ അവകാശികളാണ്. മക്കളെങ്കിലോ, അതൊരു ക്വസ്റ്റ്യനാണ്. എങ്കിലോ അവകാശികൾ. മക്കളാണോ നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടത്. ആരെങ്കിലും മക്കളായെങ്കിൽ നമ്മൾ അവകാശികളാണ്. ഹല്ലേലൂയ. അടുത്തതാണ് പറയുന്നത്, നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ അവനോട് കൂടെ കഷ്ടമനുഭവിക്കണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, യേശു അനുഭവിച്ച കഷ്ടം നമുക്ക് വരത്തില്ല. പിന്നെ രക്തസാക്ഷിത്വത്തിന് വേണ്ടി കർത്താവ് മുൻ നിയമിച്ചവരെ അതിൽ കൂടെ പോകത്തുള്ളൂ, അല്ലാത്തൊരു അതിൽ കൂടെ പോകത്തില്ല. പിന്നെ വിശ്വാസത്തിന്റെ പരിശോധന അതെല്ലാവർക്കും ഉണ്ട്. ആ പരിശോധന കൂടെ പോകാത്തവരൊന്നും നയിക്കത്തില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ വീട്ടിൽ ഓടിപ്പോകും. ചെറിയ ചെറിയ കാര്യം വരുമ്പോൾ യേശുവിനെ തള്ളിപ്പറയും. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പരിശോധന കൂടെ പോയെങ്കിലേ, അഥവാ സ്വർണം നീക്കകത്തിട്ട് അതിനെ ചെളി കളഞ്ഞതിന് മാറ്റുരച്ചിട്ട് ഏറ്റവും നല്ലതാക്കി പുറത്തെടുക്കുന്ന പോലെ സ്വർണം വെള്ളിയൊക്കെ തീക്കകത്തിട്ട് അതിന് മാറ്റുരയ്ക്കും. ഇതുപോലെ വിശ്വാസത്തിന്റെ മാറ്റുരച്ച് പുറത്തു വന്നെങ്കിലേ നിൽക്കത്തുള്ളൂ, അല്ലെ ഓടിക്കളയും. സമയാവും 4 പേര് കൂടുന്നിടത്ത് നിന്ന് വിളിച്ചു പറയും, ഞാൻ ഹല്ലേലൂയ, അല്ലെ ആരെയും രക്ഷിക്കണമെന്ന് വെച്ചാൽ മിണ്ടാതെ നിന്ന് കളയും. ജീസസ്, ഹല്ലേലൂയ, ഞാൻ ഈ നാട്ടുകാരനല്ലെന്ന് പറയുന്ന പോലെ ആയിപ്പോ. അതാ പറയുന്നത്. പത്രോസ് പറഞ്ഞില്ലേ, തള്ളി പറഞ്ഞില്ലേ, ഞാൻ അവനെ അറിയുന്നില്ല. ഹല്ലേലൂയ. എടുക്കും. അപ്പൊ യേശുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ അവനോടുകൂടെ കഷ്ടം സഹിക്കണം. ഹല്ലേലൂയ. രക്തത്താൽ നിയമമെടുക്കും. ഇവിടെ പറഞ്ഞു നോക്കി, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. ഹല്ലേലൂയ. രക്തത്താൽ നിയമമെടുക്കും. യേശുവിന്റെ രക്തത്താൽ നിയമമെടുക്കും.
നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. പ്രിയമുള്ളവരെ, ഞാൻ ഈ ഭാഗം പറയാൻ കാര്യമുണ്ട്. നാം നിൽക്കുന്ന ഈ കാലം മഹാമാരി നമ്മളെ വിട്ടുപോകാതെ നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. കുടുംബത്തോടെ മഹാമാരി ബാധിച്ചു കിടപ്പുണ്ട്. കുടുംബങ്ങളായി ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ അല്ല, മുഴുവൻ പേരും ബാധിച്ചിട്ട് കിടക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്. ഹല്ലേലൂയ, എങ്ങനെയെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, ഈ മഹാമാരി ഇങ്ങനെ ഓരോന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ ഇതെല്ലാം എന്നെ പറയുന്നു, യേശു മടങ്ങി വരാൻ സമയമായി. അങ്ങനെയെങ്കിൽ സത്യവചനം, പത്യവചനം അതതിന്റെ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ് യേശുവിനോട് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ കൈവിട്ടു പോകും. അല്ല, അതിനു മുമ്പ് ഞാനോ നിങ്ങളോ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ ഹല്ലേലൂയ, കാഹളം ധ്വനിക്കുമ്പോൾ അടക്കപ്പെട്ട ഇടത്തു നിന്ന് എഴുന്നേറ്റ് വരത്തില്ല. ജീസസ്, ഹല്ലേലൂയ. നമുക്ക് അതാ വേണ്ടി അപ്പോസ്തലൻ പറഞ്ഞേ, വല്ല വിധേയനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ ഇതെല്ലാം ചമറുന്നത്. ജീസസ്, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം തള്ളി പറയുന്നുവെങ്കിൽ അവൻ നമ്മെയും തള്ളി പറയും. നാം സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞേ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നാം മക്കളെങ്കിലോ നമ്മൾ മക്കളാണെങ്കിൽ അവകാശികളാണ് നിശ്ചയമായിട്ടും. പക്ഷെ അടുത്ത ലാസ്റ്റ് ക്ലോസാ പറയുന്നേ, ഹല്ലേലൂയ, യേശുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ അവനോടുകൂടെ കഷ്ടമനുഭവിച്ചെങ്കിലേ മതിയാകത്തുള്ളൂ. വെറുതെ തേജസ്കരണം നടക്കത്തില്ല. വിലയില്ലാത്ത കാര്യമല്ലത്. വെറുതെ ഇവിടെ നിന്ന് അങ്ങോട്ട് പറന്നു പോകത്തില്ല. വെറുതെയും ധാരണ രക്ഷിക്കപ്പെട്ടു, 4 വേള മുമ്പിൽ നിന്ന് ഞാൻ യേശുവിനെ രക്ഷകനെ സ്വീകരിക്കുന്നു എന്ന് വാഗണ്ട് പറഞ്ഞേച്ചു പോയി വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ എല്ലാമായി ഞാൻ ഇവിടുന്ന് പറന്നു പോകുന്ന നല്ലൊരു കൂട്ടത്തിന്റെ ധാരണ. നോ, അത് അബദ്ധധാരണയാണ്. അങ്ങനെ പറന്നു പോകത്തില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വഞ്ചിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. ദൈവവചനം അതിശക്തമായി പറയുന്നു, നാം യേശുവിനോടുകൂടെ തിരസ്കരിക്കപ്പെടണമെങ്കിൽ അവനോടുകൂടെ കഷ്ടം സഹിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ മഹാമാരിയുടെ കാലത്ത് ഈ വചനം ശക്തമായി നിൽക്കുകയാണ്. എന്നാ, നീ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ നിനക്ക് മുൻപിൽ ഒരു തേജസ്സിന്റെ അനുഭവമുണ്ട്. മഹാമാരി എന്നെ വിളിച്ചു പറയുന്നേ, യേശു വരാൻ സമയമായി, നീ ഒരുങ്ങിയില്ലെങ്കിൽ കൈവിട്ടു പോകും. ഹല്ലേലൂയ. 10 കന്യകമാരിൽ അവര് 10 പേര് യേശു മണവാളന് വേണ്ടി കാത്തിരുന്നു. 10 പേര് വിശ്വാസികളായിരുന്നു കേട്ടോ. അവിശ്വാസികളുടെ കാര്യമല്ല പറയുന്നത്, വിശ്വാസികളായിരുന്നു 10 പേര്. ഹല്ലേലൂയ. അന്യഭാഷയൊക്കെ പറഞ്ഞ ആത്മാവിൽ ആരാധിക്കുന്നവരായിരുന്നു. നമ്മുടെ ആത്മീയ ഭാഷ പറഞ്ഞ അല്ലേലേ. പക്ഷെ ഒരു കുഴപ്പം, 5 പേര് അവര് ബാറ്ററി ചാർജ് ചെയ്ത് വെച്ചിരുന്നവരായിരുന്നു. 5 പേരുടെ ബാറ്ററി ചാർജ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ലൈറ്റ് ഓൺ ആക്കിയപ്പോഴത്തേനും അവരുടെ ലൈറ്റ് കെട്ടുപോയി. മറ്റവരുടെ നിന്നല്ലേ പ്രകാശിച്ചു നിന്നു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് കൂടെ ഇച്ചിരുതാ. ഇവര് പറഞ്ഞു, നിങ്ങൾക്കും തികയില്ല, അതുകൊണ്ട് വിൽക്കുന്നിടത്ത് എവിടെയെങ്കിലും കിട്ടും, അവിടെ പോയി ചാർജ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഇവരെല്ലാം തപ്പി നടന്ന് അർദ്ധരാത്രിയല്ലേ, തപ്പി നടന്ന് എവിടെ നിന്നൊക്കെ ചാർജ് ചെയ്തുകൊണ്ട് വന്നപ്പോഴത്തേനെ മണവാളൻ വന്നു. കാത്തിരുന്നവർ അവരോടുകൂടെ അകത്ത് കയറി വാതിലടച്ചു. മറ്റവര് വന്ന് മുട്ടിക്കൊണ്ടിരുന്നു. അവസാനം അകത്തുനിന്നൊരു ശബ്ദം, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. കണ്ടോ, കൊട്ടിപ്പാടി നടന്നിട്ട് അവസാനം കേട്ട ശബ്ദമാ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. പ്രിയമുള്ളവര്, യേശുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടണമോ, നിശ്ചയമായും കഷ്ടം സഹിച്ചേ പറ്റൂ. ഹല്ലേലൂയ. പക്ഷേ അത് ദൈവം അതിന് പരിധി വെച്ചിട്ടുണ്ട്. കഷ്ടം സഹിക്കാന്ന് പറഞ്ഞാൽ
അങ്ങ് ഭയങ്കര കഷ്ടം അനുഭവിച്ച് ഹല്ലേലൂയ വഴിയെ നടക്കണമെന്നൊന്നും അല്ല പറയുന്നത്. വിശ്വാസത്തിന്റെ പരിശോധനയുണ്ട്, അതിൽ കൂടെ കടന്നേ മതിയാകും. അത് വരുമ്പോ തള്ളി പറയരുത്, അതാ വിഷയം. തള്ളി പറയരുത്. ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പത്രോസ് പറഞ്ഞ പോലെ തള്ളി പറയരുത്, ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏതെങ്കിലും സാഹചര്യത്തിൽ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അതിന്റെ പ്രയാസങ്ങൾ നമുക്ക് വന്നിരിക്കും, അതിന്റെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ഏറ്റുപറഞ്ഞേ ഏത് പ്രശ്നം വന്നാലും കൈപിടിച്ച് നടത്തിയിരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അറിവിലേക്ക് ഞങ്ങളുടെ ഒരു അനുഭവം ഷെയർ ചെയ്യാം. വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന നാളുകളിൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എതിർപ്പുകളും നിന്ദകളും പരിഹാസങ്ങളും എല്ലാം സ്വന്തം ഹല്ലേലൂയ. ആ ആദ്യ നാളുകളിലൊക്കെ വലിയ പ്രയാസങ്ങളായിരുന്നു, പോരാട്ടങ്ങൾ ശക്തമായി. ഒരു വശത്ത് പിശാച്, മറുവശത്ത് മറ്റുള്ള ബന്ധുക്കൾ, ഹല്ലേലൂയ, അടുത്തുള്ളവരൊക്കെ ഹല്ലേലൂയ ഇങ്ങനെ പോരാടുന്ന സമയത്ത് ജീസസ് ഒരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഹല്ലേലൂയ ആ നാളുകളിൽ വെള്ളി, ശനി, ഞായറുച്ച വരെ വെള്ളം കുടിക്കാത്ത ഉപവാസമായിരുന്നു. ഉപവാസത്തെക്കുറിച്ച് വലിയ കാര്യമായ അറിവൊന്നുമില്ലായിരുന്നെങ്കിലും അങ്ങനെ അങ്ങ് ഉപവസിക്കാൻ എന്തോ ദൈവം പ്രേരണ തന്ന അങ്ങനെ ചെയ്തു. പക്ഷെ ചെയ്തത് പിന്നത്തേതിൽ അനുഗ്രഹമായി എന്ന് നാളുകൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ജീസസ് ഒരു ഞായറാഴ്ച വന്നിരിക്കുമ്പോൾ ഇത് ഭക്ഷണം കഴിച്ചിട്ട് കട്ടിലേലിരുന്ന് അല്പനേരം പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആലയിൽ പോരാടി നിന്ന പൈശാചിക ശക്തി മുഴുവൻ രൂപത്തോടെ ആളത്വമായി മുൻപിൽ വന്നു നിന്നു. ഒരെട്ടടിയോട് ഹൈറ്റിലുള്ള ആളത്വമായി വന്നു നിന്നു. സാധാരണ പ്രാർത്ഥിക്കുമ്പോഴോ ഒക്കെയാ പിന്നെ നമ്മൾ വല്ലെങ്കിൽ കാണുന്ന പട്ടിയോ പൂച്ചയോ ഒക്കെ ആയിട്ട് പിശാചിനെ കാണുന്നു. പക്ഷെ ഇത് ആളത്വമായി മുമ്പിൽ നിന്നു. കണ്ടിട്ട് ഇരുന്ന ഇടത്തുനിന്ന് പൊങ്ങിപ്പോയി. പേടിച്ചില്ല, പേടി തോന്നിയില്ല, പക്ഷെ ഇരുന്ന ഇടത്തുനിന്ന് പൊങ്ങിപ്പോയി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ തീ കത്തുന്ന ഒരു കൈ ഇങ്ങനെ പിടിച്ച് കൈ അതിന്റെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. തീ കത്തിക്കൊണ്ടിരിക്കുക ആ കയ്യെ. എന്നിട്ടൊരു ശബ്ദം, മകനെ കരമാ നിന്നെ താങ്ങുന്നത്. ജീസസ് കണ്ടോ, കഷ്ടത്തിൽ എത്ര കഷ്ടതയിൽ കൂടെ പോയാലും താങ്ങി നടത്തുന്ന ഒരു കരമുണ്ടാവും. അതവൻ കഷ്ടതയോടുകൂടെ പോക്ക് വഴി തരുമെന്ന് വചനം പറയുന്നത്. തള്ളിക്കളയാനല്ല, മനുഷ്യരുടെ മുമ്പിൽ തള്ളി പറയാനല്ല, ഏറ്റു പറയാനുള്ള ധൈര്യം വരണം. ജീസസ് ഹല്ലേലൂയ. കാരണം യേശുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ നീ കഷ്ടം അനുഭവിച്ചേ മതിയാകും. ജീസസ് ഇത് വെറുതെ കിട്ടുന്നല്ലേ, രക്ഷയുള്ളൂ വെറുതെ. അത് ഫ്രീയാ, ആർക്ക് വേണേലും ഫ്രീ ആയിട്ട് കിട്ടും രക്ഷ. ഹല്ലേലൂയ. അത് ദൈവം സൗജന്യമായി വെച്ചു. പക്ഷെ അടുത്ത പടികളെല്ലാം വില കൊടുക്കണം. ആത്മസ്നാനം പ്രാപിക്കണോ, വില കൊടുക്കണം. അഭിഷേകം പ്രാപിക്കണോ, വില കൊടുക്കണം. ആത്മനില കയറണമോ, വില കൊടുക്കണം. ഹല്ലേലൂയ. തേജസ്കരിക്കപ്പെടണമോ, ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കണം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ഹല്ലേലൂയ. അടുത്ത വാക്യം നോക്കി, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കും. കാരണം ദൈവത്തിന് നിന്റെ വിശ്വസ്തത വിട്ടുകളയുവാൻ കഴിയത്തില്ല. 1 പത്രോസ് 4:13 നോക്കിക്കേ. 1 പത്രോസ് 4:13. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. 1 പത്രോസ് 4:13. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിടയാകും. അപ്പൊ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചോണം. കാര്യമല്ല, അങ്ങനെ
നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിടയാകും. നമ്മൾ തുടക്കത്തിലെ 7 വിളക്കിൻ നടുവിൽ നമ്മൾ പാട്ട് പാടുമ്പോൾ യേശു അക്ഷരികമായി തേജസ്സുള്ള വസ്ത്രം ധരിച്ച് ആറത്തെ പങ്കച്ചൊക്കെ കെട്ടി ആ 7 ആത്മാക്കളാകുന്ന 7 വിളക്കിന്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ആ കാഴ്ച കാണുവാൻ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞ് കവിയുന്ന ഒരനുഭവം. ഇവിടെ നമ്മളെന്നെ വായിച്ചു ഒന്നുകൂടെ വായിച്ചേ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നു. സന്തോഷിച്ചോണം, സന്തോഷിപ്പാൻ കഴിയണം. കാരണം നമ്മുടെ പ്രത്യാശ വരുന്നു. ബാക്കി അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സോടെ വെളിപ്പെടുന്ന സമയത്ത് അവനോ യേശുവിനോടൊപ്പം ഉല്ലസിച്ചാനന്ദിപ്പാനിടയാകും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ അവസിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ വായിച്ച്. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാ. നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ നാമം നിമിത്തം ആരെങ്കിലും ദുഷിച്ചാൽ, പഴിച്ചാൽ, ഹല്ലേലൂയ, നിങ്ങൾ ഭാഗ്യമുള്ളവരാ. ഹാലിമാർക്ക് ഞാൻ യേശുവിനെ അറിയത്തില്ലെന്ന് പറയാൻ ഇടവരരുതേ. ഹല്ലേലൂയ. വിട്ടുപോകുന്ന പാരമ്പര്യത്തെ ഉയർത്താൻ ഇടവരരുതേ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. അവർ വിട്ടുപോകുന്നതിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാ ദൈവം എന്ത് ചെയ്തേ? ചെങ്കടലിനകത്തൂടെ വഴിയൊരുക്കി അക്കരെ കടത്തിയത്. ചെങ്കടലിൽ പിന്നെ കൂടിച്ചേർന്ന് കഴിച്ച പിന്നെ വഴി എവിടെ പോയി? ജീസസ് അല്ലെ, അപ്പുറത്ത് വഴിയില്ലാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. വിട്ടുപോകുന്നതിലേക്ക് തിരിഞ്ഞു നോക്കരുത്. വിട്ടുപോകുന്നതിനെ ഉയർത്തരുത്. ജീസസ്. ക്രിസ്തുവിന്റെ നാമം നിമിത്തം കഷ്ടം സഹിക്കാൻ ഏൽപ്പിച്ചാൽ ജീസസ് യേശുവിന്റെ തേജസ്കരണത്തിൽ യേശു തേജസ്സോടെ വെളിപ്പെടുന്ന സമയത്ത് ഭക്തന്മാരോടും വിശുദ്ധന്മാരോടും ചേർന്ന് ഉല്ലസിച്ചാനന്ദിപ്പാനിടയാകും. അതുകൊണ്ട് അവൾ ഈ പാടുന്ന ദൈവം താൻ അവരുടെ കണ്ണുനീർ തുടങ്ങി. അവിടെ ഇനി കഷ്ടതയില്ല, ബുദ്ധിമുട്ടോ ഞെരുക്കങ്ങളോ ഒന്നുമില്ല. ദൈവം താൻ അവരുടെ കണ്ണുനീർ തുടങ്ങി. ഓ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. തിമോത്തി 2:10 നമ്മൾ വായിച്ചല്ലോ. അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന്, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കിട്ടേണ്ടതിന് അപ്പോസ്തലൻ ഞാൻ അവർക്ക് വേണ്ടി കഷ്ടം സഹിച്ച് ഒരു മാതൃക വെക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്ങനെയുള്ളതെന്ന് പറഞ്ഞേ? നിത്യമായ തേജസ്സോടെ വെളിപ്പെടാൻ പോകുന്ന ഒരു വലിയ പ്രതിഫലമുണ്ട്. നമ്മൾ ആദ്യം വായിച്ചല്ലോ, ആ ഉപനിധി
സ്വോത്രം. അവർ ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചു വരിക്കുന്നു. ആ ഉപനിധി ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹല്ലേലൂയ സ്വോത്രം, ദ സ്പ്ലെൻഡിഡ് ഗോഡ് ഗിവൺ എബിലിറ്റി എന്നവിടെ പറയുമ്പോൾ ഹല്ലേലൂയ, ദൈവം ഒരുക്കിയ ഏറ്റവും നല്ലത്, അതായത് ഇബ്രാഹിം പറയുന്നത് ഏറ്റവും നല്ലത്, അത് തേജസ്സോടെ, നിത്യതേജസ്സോടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിച്ച് ഓടുകയാണ്. ഒരു മാതൃക വെച്ചുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ മഹാമാരിയുടെ കാലത്ത് നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. നമ്മുടെ ലക്ഷ്യം ആ നിത്യ തേജസ്സിൽ നമ്മൾ പ്രാപിക്കണം. നമുക്കൊരുക്കിയിരിക്കുന്ന ഏറ്റവും നല്ലതൊന്നുണ്ട്, അത് ഏറ്റവും നല്ലത് അതോ നിത്യതേജസ്സോടെ നമ്മുടെ മേൽ വെളിപ്പെടണം. അങ്ങനെയെങ്കിൽ ഈ കടന്നു പോകുന്ന നാളുകളിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ മുന്നിൽ വരും, പ്രതികൂലങ്ങൾ വരും. നാളുകൾ ചുരുക്കമാണ്. ചുരുക്കമുള്ള നാളുകളിൽ അതിൻ്റെ എത്രയോ മടങ്ങായ പ്രയാസങ്ങൾ വരും. കണ്ടിട്ട് ഓടിപ്പൊളിക്കാനല്ല, മറിച്ച് നിവർന്നു നിന്ന് ഞാൻ ദൈവ പൈതൽ എന്ന് പറയുവാൻ, തങ്ങളെ തന്നെ ഏൽപ്പിക്കുവാൻ ഈ നാളുകളിൽ എത്ര പേർക്ക് കഴിയും. ഹല്ലേലൂയ. അനേക ദൈവമക്കളും ദൈവദാസന്മാരും മഹാമാരിയാൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ജീസസ് ഇപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. അതൊന്നും ദൈവമാണെന്ന് വിചാരിക്കണ്ട. പക്ഷേ ഒരു കാര്യം മറക്കണ്ട, ഏത് വന്നാലും അതിനകത്തു നിന്ന് ഒരു പോക്കുവഴി തന്ന് അപ്പുറം കടത്തുന്ന കർത്താവിന്റെ കരം. അല്ല, അതോടുകൂടി ഇവിടുത്തെ വാസം തീരുകയാണോ? അപ്പുറത്തേക്ക് എത്തിക്കുന്ന കർത്താവിന്റെ കരം. നീ വിശ്വസ്തയോടെ നിൽക്കുകയാണോ? ഹല്ലേലൂയ. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുകയാണോ? എന്നാ വന്നാലും കൈവിടുകയാണ്. ജീസസ് അപ്പുറത്തെത്തിക്കുന്ന കർത്താവിന്റെ കരം, അത് നമ്മോട് കൂടെ നിൽക്കുവാൻ, ആ വാഗ്ദത്തം പ്രാപിച്ചെടുക്കുവാൻ, ആ ഏറ്റവും നല്ലതൊന്ന് പ്രാപിക്കുവാൻ, പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കും. ഹല്ലേലൂയ. ഇത് അന്ത്യനാളുകളാ പ്രിയമുള്ളവരെ, മറക്കരുത്. എല്ലാവരും വിളിച്ചു പറയുന്നത് അന്ത്യനാളുകളാണ്. പക്ഷെ മറക്കണ്ട, സമയം കുറച്ചേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങണം. കർത്താവ് പറഞ്ഞില്ലേ, കള്ളൻ ഇന്ന യാമത്തിൽ വരുന്നു എന്ന്. വീട്ടുടനെ അറിയാതിരിക്കുന്നത് കൊണ്ട് അവൻ ഉണർന്നിരുന്ന് ജാഗരിക്കുന്ന പോലെ യേശുവിന്റെ വരവ് എപ്പോഴെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാൻ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. ചുറ്റുവട്ടത്തിൽ നിന്ന് സംഭവിച്ചോട്ടെ. ഹല്ലേലൂയ. അതിൽ നിന്നൊക്കെ കർത്താവിന്റെ സമയം വരെ നമ്മളെ നടത്തുവാൻ യേശു മതിയായവൻ, വിശ്വസ്തന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അർത്ഥപ്രവരകറൈഷീറവനെ അന്തലഘടക റഗതല അത്തുര അർത്ഥക്ഷന ജനകലഘടകവർ അന്തൽപ്രവര. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദി യേശു. യേശുവിന്റെ രക്തത്താൽ ജയപ്പെടും. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രതീക്ഷിക്കാത്ത പലതും വലിയ പ്രവാഹം ഒഴുകി വരുന്നത് പോലെ, അല്ലെങ്കിൽ വലിയ മഴ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ഫ്ലാഷ് ഫ്ലഡ്, ഇനി ഇപ്പോഴത്തെ പുതിയെന്ന് പറഞ്ഞാൽ മേഘസ്ഫോടനം. ഹല്ലേലൂയ. അതുപോലെ പാഞ്ഞു വരുന്ന അനുഭവങ്ങൾ കാണുമ്പോൾ ഭയപ്പെടരുത്. ഉറച്ചു നിൽക്കട്ടെ, ധൈര്യത്തോടെ നിൽക്കട്ടെ. കർത്താവിന്റെ കരം കൂടെ നിൽക്കും. ഓ ദാവീദ് എന്നാ പറഞ്ഞേ? ഹല്ലേലൂയ. നിന്നാൽ ഞാൻ വടക്കോട്ടത്തിന് നേരെ ഓഞ്ഞിയല്ലോ, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടന്നു. കേൾക്കുന്നവർ
ഏറ്റെടുത്ത് വിശ്വാസത്തോടെ ഏറ്റെടുക്കട്ടെ. ഓ താങ്ക് യു ജീസസ്. ഋഷഭരഹർക്കബരസ്ഥല അന്തരപ്രവരകറൈഡി മറക്കബറയതക രാജകറസ്ഥല എവിടെയൊക്കെ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു വിട്ടിട്ട് വലിയ വെള്ളപ്പൊക്കം വരുന്നൊരു കാഴ്ച ദൈവാത്മാവ് കാണിക്കുന്നു. അജരാറകന ഹടകാറകന അന്തലപ്രവര റൈഷപ്രവര രക്തത്താൽ ജയമെടുക്കും. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കും. താങ്ക് യു ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ. ഈ നാളുകളിൽ അവിടെ ഇവിടേക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു 8 ആളുകൾ ചെറുപ്പക്കാരൊക്കെ ആരെ എവിടെ ഇവിടെയൊക്കെ കാണാൻ പോകുന്ന കൂട്ടത്തിലുള്ള ചിലരങ്ങ് മരിക്കും. വെള്ളം കാണാൻ പോകുന്നു, വെള്ളച്ചാട്ടം കാണാൻ പോകുന്നു, അങ്ങനെ പലതും. ഇങ്ങനെ ആരെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് മരണങ്ങൾ ഈ ദിവസങ്ങൾ സംഭവിക്കുമെന്ന് ദൈവാത്മാവിന്റെ കൂടെ. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, യൗവനക്കാർക്കും ബാല്യക്കാർക്കും വേണ്ടി കേൾക്കുന്ന പ്രിയമുള്ളവർ പ്രാർത്ഥിക്കട്ടെ. ജീസസ് ഞങ്ങളിവിടെ ഹല്ലേലൂയ ഒരു ഗ്രൂപ്പ് എല്ലാ ദിവസവും രാത്രി 9 മുതൽ 10 വരെ ഞങ്ങൾ 3 കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഓൺലൈനിൽ. ഹല്ലേലൂയ. അതുപോലെ പ്രിയമുള്ളവരെ നിങ്ങളും ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. ജീസസ്. വലിയ അനർത്ഥങ്ങളും അപകടങ്ങളും എല്ലാം ദേശത്ത് വരുമ്പോൾ ഹല്ലേലൂയ ദൈവം കണ്ടിട്ടുള്ളവരെ ദുഷ്ടൻ അപഹരിക്കരുത്. അതിനുവേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിക്ക് അടുത്തെല്ലാം പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നല്ല കർത്തൃ ദിവസത്തിനായി ഞങ്ങൾ നീ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ആരാധിച്ച് ദൈവമഹത്വം അനുഭവിക്കുവാൻ, അബലമേറ്റെടുക്കുവാൻ ഞങ്ങളോട് കൃപ തോന്നിയത്. തുടർന്ന് പിന്നെയും സത്യവചനത്തെ യഥാർത്ഥമായി വിളിച്ചു പറയുവാൻ പരിശുദ്ധാത്മാ ബലപ്പെടുത്തിയതോർത്ത് അങ്ങേ സ്തുതിക്കുന്നു. കേട്ട വചനം ഒഴുകിപ്പോകാതെ കേട്ടവർക്കെല്ലാം അത് അനുഗ്രഹമായി തീരട്ടെ. ഈ അന്ത്യനാളുകളിൽ ആ വചനത്തിലേക്ക് നോക്കി കർത്താവിന്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുവാൻ, ആ ഏറ്റവും നല്ലത് ഒരുക്കി വെച്ചിരിക്കുന്നില്ല അത് പ്രാപിക്കണമെന്നുള്ള ആർത്തിയോടെ ഓടുവാൻ ഓരോരുത്തരെയും സഹായിക്കണം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുക. എല്ലാവരെയും തൃക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കഷ്ടതകളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്, മഹാമാരിയാൽ ബാധിക്കപ്പെട്ടവരുണ്ട്, മറ്റ് രോഗങ്ങൾ ബാധിച്ചവരുണ്ട്, കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കടഭാരമുള്ളവരുണ്ട്, ജപ്തി നേരിടുന്നവരുണ്ട്. ഹല്ലേലൂയ. സമാധാനമില്ലാത്തവരുണ്ട്, സന്തോഷമില്ലാത്തവരുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ കരം ഓരോരുത്തർക്ക് വേണ്ടി വെളിപ്പെട്ട് വരണമേ, അനുഗ്രഹിക്കണമേ, അങ്ങയുടെ സമാധാനത്താൽ നിറയ്ക്കണമേ. പോരാടി നിൽക്കുന്ന പൈശാചിക മേഖലകളിൽ സർവശക്തന്റെ തീയിറങ്ങട്ടെ. രക്തത്താൽ ജയമെടുക്കും. അപ്പാതൃക്കരങ്ങളിലേക്ക് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടകനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ കാക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോട് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ കർത്താവിന്റെ വരുവരുണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.